ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 3 ആണ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്. ഒരു നല്ല ബിസിനസ്സിന് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും ജനങ്ങളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തിക്കാനും കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ റീച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ടൈപ്സിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരൊറ്റ ക്വസ്റ്റൻ ഇതിൽ പഠിക്കാനുള്ളൂ. ഏതൊക്കെ ടൈപ്പാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 9 പോയിന്റ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഏതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പിക്ചർ നിങ്ങൾ എന്തായാലും ഇതുപോലെ വരച്ച് വെക്കുക, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരേ ഒരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ 9 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ചോദിക്കുക, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ചോദിക്കാം. അങ്ങനെ അല്ലെങ്കിൽ 3 പോയിന്റ് നമ്മളോട് പറയാം, ഒരു 6 പോയിന്റ് പറയാൻ, അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. എന്നാലും ഒരൊറ്റ എസ്സേ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മാർക്കിനും ഇത് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടൈപ്സ് എന്ന്. ഫസ്റ്റ് കണ്ടന്റ് മാർക്കറ്റിംഗ്. ആദ്യമുള്ളത് കണ്ടന്റ് മാർക്കറ്റിംഗ്. പിന്നെ ഇമെയിൽ മാർക്കറ്റിംഗ്. പിന്നെ SEO, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കാം. സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ, അതാണ് SEO എന്ന് പറയുന്നത്. അടുത്തത് SEM, അതായത് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. ഇത് SEO ആണ്, O ഓപ്റ്റിമൈസേഷൻ. ബാക്കി സെർച്ച് എൻജിൻ കോമൺ ആണ്, ഇവിടെ M മാർക്കറ്റിംഗ് ആണ്. പിന്നെ ഉള്ളത് SMM, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് SMM. അടുത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. പിന്നെ പേ പെർ ക്ലിക്ക് അഡ്വർടൈസിങ്, അതായത് PPC എന്താണെന്ന് ചോദിക്കാം 2 മാർക്സിനൊക്കെ. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യണം. പേ പെർ ക്ലിക്ക്, നമ്മൾ ഓരോ തവണയും ക്ലിക്ക് ചെയ്യുമ്പം ആ ഓരോ ക്ലിക്കിനും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് 9 ടൈപ്പ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. ഈ 9 ടൈപ്പിലാണ് ഓരോരുത്തരും അവനവൻ്റെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ പോയിന്റുകൾ ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് നേരത്തെ പറഞ്ഞ കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അത് നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ, അതായത് ബ്ലോഗിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക, വീഡിയോസ്, പോഡ്കാസ്റ്റുകൾ, ബുക്സ്, ഇൻഫോഗ്രാഫിക്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വിഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയാം. ഇവിടെ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ഉണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ് വരും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ക്വാളിറ്റി കണ്ടന്റ് ഈസ് റിക്വയർഡ് ടു എൻഗേജ് അട്രാക്ട് ടാർഗറ്റ് ഓഡിയൻസ്. ട്രഡീഷണൽ അഡ്വർടൈസിങ് പോലെയല്ല, ഇത് ഡയറക്റ്റ്ലി പ്രൊമോട്ട് ചെയ്യണം പ്രൊഡക്റ്റിനെയും സർവീസിനെയും ഒക്കെ. അപ്പോൾ കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് ഇതിലൊരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിൻ്റെ മെയിൻ എയിം തന്നെ ബ്രാൻഡ് വിസിബിലിറ്റി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് എക്സ്പെർട്ടൈസ് ചെയ്യുക, അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, കൂടുതൽ നല്ല രീതിയിൽ മീനിങ് ആയിട്ട് ഫോസ്റ്റർ ചെയ്യുക ഇൻട്രാക്ഷൻസും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സുമായിട്ടും. ഒരു ക്വാളിറ്റി കണ്ടന്റ് അവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഈ കണ്ടന്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ മെറിറ്റിനെ കുറിച്ച് ഇവിടെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മെറിറ്റ് എന്ന് പറയുന്നത്? നല്ലൊരു ട്രസ്റ്റ്, വിശ്വാസ്യത നേടിയെടുക്കാൻ സാധിക്കുക, അല്ലേ? നല്ല ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി, ഇംപ്രൂവ്സ് SEO ആൻഡ് ഓർഗാനിക് ട്രാഫിക്. ഈ SEO എന്ന് പറയുമ്പോൾ നമ്മുടെ സെർച്ച് എഞ്ചിൻ, നമുക്കറിയാലോ എല്ലാവരും ഇന്ന് ഒരുപാട് മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, എന്താണോ നമ്മൾ ഒരു പോയിന്റ് സെർച്ച് ചെയ്യുന്നത്, പിന്നെ ആ സെർച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് അവിടെ അവൈലബിൾ. അതാണ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് ഉപയോഗിക്കുന്ന ആൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളെ, കണ്ടന്റിനെയാണ് തിരയുന്നത്. അപ്പോൾ ആ കണ്ടന്റ് അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ട് നോക്കിയിട്ട് അതേപോലത്തെ കണ്ടന്റ്സ് അവരിങ്ങനെ ഡെലിവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അപ്പോൾ അതിൻ്റെ ഈ ഒരു കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നല്ലൊരു ട്രസ്റ്റും ക്രെഡിബിലിറ്റി ഉണ്ടാക്കുക, SEO ഓർഗാനിക് ട്രാഫിക് ഇംപ്രൂവ് ചെയ്യുക, വളരെ ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണ്, എൻഗേജ് ചെയ്യാൻ പറ്റും ഓഡിയൻസിനെ, ആൻഡ് സപ്പോർട്ട്, മറ്റുള്ള മാർക്കറ്റിംഗ് ചാനൽസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്, കാരണം എല്ലാ ബിസിനസ്സും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടൈം കൺസ്യൂമിങ് ആണ്, ആൻഡ് ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് നമുക്ക് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. ആൻഡ് ഒരു കൺസിസ്റ്റൻസി ഇതിനില്ല, അത് റിക്വയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ മെറിറ്റും ഡിമെറിറ്റുകളും. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞത് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് വേറൊരു പോപ്പുലർ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിലെന്താ നമ്മൾ ചെയ്യുന്നത്? ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ നമ്മൾ മെസ്സേജ് ചെയ്യണം, നമ്മുടെ കണ്ടന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മെയിൽ IDയിലേക്കൊക്കെ ഈ പരസ്യം അയച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പം അത് കൂടുതലായിട്ട് ലീഡ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും പ്രൊഡക്റ്റും സർവീസും
ഒരു കോൺവെർസേഷനിലേക്ക് എത്താനും കസ്റ്റമർ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ നമുക്ക് അതായത് എളുപ്പത്തിൽ നമ്മുടെ പ്രൊഡക്റ്റും സർവീസും ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിലിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, അതിൽ എന്തൊക്കെയാണ് വരിക, ന്യൂസ് ലെറ്റേഴ്സ് അയക്കാം, ഷിപ്പിംഗ് നോട്ടിഫിക്കേഷൻസ്, പ്രൊമോഷണൽ ഇമെയിൽസ് ഒക്കെ അയക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ടാർഗറ്റഡ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ പ്രൊഡക്റ്റ് ആർക്കാണോ ആവശ്യം അവരിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയിക്കൊണ്ടിരിക്കുക. മെഷറബിൾ ആണ് റിസൾട്ട്, കസ്റ്റമറിനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോസ്റ്റ് വളരെ കുറവാണ്. ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ്റനൻസ് ആവശ്യമാണ്, എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇൻബോക്സ് എപ്പോഴും അത് കാരണം ഇങ്ങനെ ഓവർലോഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് SEO. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു 9 തരത്തിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളത്. അതിലത്തെ ഏതെങ്കിലും ഒന്നോ രണ്ടോ തരം എന്താണെന്ന് ചോദിക്കാം, മെറിറ്റും ഡീമെറിറ്റും ചോദിക്കാം, അല്ലെങ്കിൽ അത് 10 മാർക്കിൻ്റെ SEO ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വാട്ട് ഈസ് SEO എന്ന് പറയുന്നത്? ഈ സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എ വെബ്സൈറ്റ് ടു എൻഹാൻസ് വിസിബിലിറ്റി ആൻഡ് റാങ്കിങ് ഇൻ സെർച്ച് എൻജിൻ റിസൾട്ട്. നമ്മൾ സെർച്ച് എൻജിൻ റിസൾട്ടിൽ നമുക്ക് അതിനെ റാങ്ക് ചെയ്യാനും വിസിബിൾ ആവാനും പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആസ്പെക്റ്റ് ആണ് SEO എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ കുറച്ചും കൂടിയിട്ട് അട്രാക്റ്റ് ചെയ്യുക ആളുകളെ. ഓർഗാനിക് ആൻഡ് നോൺ പെയ്ഡ് ആണത്. ഫ്രീ ആയിട്ട് നാച്ചുറൽ ട്രാഫിക് ബൈ ഇംപ്രൂവിങ് ദ സൈറ്റ് റിലവൻസ്. ആ നമ്മളുടെ സൈറ്റിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് അതിൻ്റെ അതോറിറ്റി ഇൻ ദ ഐസ് ഓഫ് സെർച്ച് എൻജിൻ ലൈക്ക് ഗൂഗിൾ. അപ്പോൾ ഗൂഗിളിലാണ് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ അത് തുടരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഗൂഗിളാണ് അതിൻ്റെ നമ്മൾ എത്ര വട്ടം ചെയ്യുന്നത്, ഏതൊക്കെ എൻജിൻസാണ് യൂസ് ചെയ്യുന്നത്, സെർച്ച് എൻജിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന റാങ്കിങ്ങിൽ എത്രാമത്തെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു ടെക്നിക്ക് തന്നെയാണ്. റെലവെൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും വരും. ഹൈ ക്വാളിറ്റി കണ്ടൻറ് ഉണ്ടായിരിക്കും. ആ ഒരു വെബ്സൈറ്റ് ടൈറ്റിൽ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബിൽഡിംഗ് ബാക്ക് ലിങ്കുകൾ കൊടുക്കാൻ പറ്റും. ആൻഡ് റാങ്കിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതും വളരെ കോസ്റ്റ് ഇഫക്റ്റീവാണ്. ക്രെഡിബിലിറ്റി, ട്രസ്റ്റ്, ഇൻക്രീസ് ഓർഗാനിക് ട്രാഫിക്, ലോങ് ടേം റിസൾട്ട്സ്, ഇംപ്രൂവ് യൂസർ എക്സ്പീരിയൻസ്. ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അൽഗോരിതംസ്. റിസോഴ്സ് ഇൻറ്റൻസീവ് ആയിരിക്കും. നോ ഗ്യാരണ്ടീഡ് റിസൾട്ട്, നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടിക്കോളണമെന്നൊന്നുമില്ല. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. ഇതിൽ ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 or 3 മാർക്സ് അല്ലെങ്കിൽ സെക്ഷൻ ബിയിലൊക്കെ ചോദിക്കാം. SEM പറഞ്ഞ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആണ്. ഇവിടെ പെയ്ഡ് അഡ്വർടൈസിംഗ് ആണ് അവരാണ് യൂസ് ചെയ്യുന്നത്. സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എൻഹാൻസ് ദ വെബ്സൈറ്റ്സ് വിസിബിലിറ്റി ടു ഓൺ സെർച്ച് എൻജിൻ ലൈക്ക് ഗൂഗിൾ ആഡ്വേർഡ്സ്, ബിങ് ആഡ്സ്. ഗൂഗിൾ ആഡ്വേർഡ്സ് ഇസ് ഏറ്റവും പോപ്പുലർ ആയത് പെയ്ഡ് സെർച്ച് പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക, അവരുടെ ആഡ് വേണ്ട ആളുകളിൽ വേണ്ട വിധത്തിൽ എത്തിച്ചേർന്ന് ഉറപ്പ് വരുത്തുക. അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ്സ് ആയിരിക്കും അവർ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സെർച്ച് എൻജിൻ മാർക്കറ്റിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് കമ്പനിയുടെ ആഡ് അവർ സെർച്ച് ചെയ്യുന്ന റിസൾട്ടിൽ അപ്പിയർ ആവുക ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ ക്യാമ്പയിൻ ഈസ് ലോഞ്ച്ഡ്. ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് പ്രിസൈസ് ടാർഗറ്റിംഗ് ആണ്. കൃത്യമായിട്ട് ഇത്ര പേരിലേക്ക് എത്തുന്ന ആ ഒരു രീതിയിലാണ്. അതിൻ്റെ സ്കെയിലബിൾ കോസ്റ്റേ ഉള്ളൂ. പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഉണ്ട്. ഡീമെറിറ്റ് പറയുമ്പോൾ ഇത് ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു വിസിബിലിറ്റിക്ക് മാത്രമേ പറ്റുള്ളൂ. ക്ലിക്സ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. ഓൺഗോയിങ് കോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോകുമ്പം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SMM. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എൻഗേജ് ചെയ്യുക ഒരു ടാർഗറ്റ് ഓഡിയൻസിന്, അത് ഇൻക്രീസ് ചെയ്യുക, ബ്രാൻഡ് അവയർനെസ്, നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, സർവീസ് പ്രൊമോട്ട് ചെയ്യുക, റിസൾട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് കണ്ടന്റ് ഓൺ സോഷ്യൽ മീഡിയ. പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെയാണ്. ആൻഡ് നമ്മുടെ ഫോളോവേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. റണ്ണിങ് പെയ്ഡ് അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് ടു റീച്ച് ബ്രോഡർ ഓഡിയൻസ്. വൻതോതിൽ ഓഡിയൻസിൻ്റെ ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസോ കണ്ടക്ട് ചെയ്യുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് ലാർജ് ബേസ് ആണ്, കൂടുതൽ എക്സ്റ്റെൻസീവ് റീച്ച് കിട്ടും, ഇമ്മീഡിയറ്റ് ഉള്ള ഫീഡ്ബാക്കും നമുക്ക് ഓഡിയൻസിൻ്റെ നിന്ന് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് വളരെ കസ്റ്റമർ ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും, വൈറൽ പൊട്ടൻഷ്യൽ ആൻഡ് പ്രിസൈസ് ടാർഗറ്റിംഗ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. ഡീമെറിറ്റിലേക്ക് പോകുമ്പം അത് കണ്ടന്റ് വിസിബിലിറ്റി ആൻഡ് റീച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഇത് ഈ കണ്ടന്റ് കിട്ടുന്നുണ്ടോ, എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ കണ്ടിന്യൂഡ് ഇൻട്രാക്ഷൻ വിത്ത് ഫോളോവേഴ്സ് ഡിമാൻഡ്സ് ടൈം ആൻഡ് എഫേർട്ട്. എപ്പോഴും നമ്മുടെ ഫോളോവേഴ്സുമായിട്ട് ഇങ്ങനെ നമുക്ക് ഇൻട്രാക്ഷൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്
കൂടുതൽ സമയം എഫേർട്ടൊക്കെ ഇതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. നെഗറ്റീവ് കമൻറ്റ്സ് ആൻഡ് റിവ്യൂസ് ആർ വിസിബിൾ ടു ദ പബ്ലിക്. പിന്നെ ആരെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ്സ് ഇടുകയാണെങ്കിൽ അതൊക്കെ പബ്ലിക്കിനും വിസിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് SMMന്റെ പ്രത്യേകതകൾ. ഇനി ആറാമത്തെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പെർഫോമൻസ് ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പാർട്ട്ണറിങ് വിത്ത് അഫിലിയേറ്റ്സ്. ഇത് ആർക്കാണോ ഈ നമ്മൾ അവരുടെ ഗുഡ്സ് പ്രൊഡക്റ്റുകൾ അറിയിക്കേണ്ടത് വെച്ചാൽ അവരുമായി നമ്മൾ കണക്ട് ചെയ്ത് പോവുക. ഐദർ ബിസിനസ് ഓർ ഇൻഡിവിജ്വൽസ് ഹു പ്രൊമോട്ട് എ കമ്പനീസ് പ്രോഡക്റ്റ് ഓർ സർവീസസ്. ഒന്നില്ലെങ്കിൽ ഒരു ബിസിനസ്സുമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടോ നമ്മൾ കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അഫിലിയേറ്റ്സിന് ഒരു കമ്മീഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ സെയിൽസ് ഓർ ലീഡ്സ് ജനറേറ്റഡ് ത്രൂ ദെയർ പ്രൊമോഷണൽ എഫേർട്ട്. അവർ ഈ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി എത്രത്തോളം അവർക്ക് സെയിൽസ് വന്നിട്ടുണ്ടോ അതിന് ചെറിയൊരു കമ്മീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് സ്യൂട്ടബിൾ ആണ് ഈ മെത്തേഡ് ബ്ലോഗേഴ്സിനൊക്കെയാണ്. അവർക്ക് ഇതിനു വേണ്ടി പേയ്മെൻറ്റ് കിട്ടാറുണ്ട്. യൂസ് റിവേഴ്സ് മാർക്കറ്റിംഗ് ചാനൽസ്. എക്സ്പാൻഡിങ് ദ ബ്രാൻഡ്സ് റീച്ച് ആൻഡ് എൻഹാൻസിങ് വിസിബിലിറ്റി ഇൻ ന്യൂ ഓർ നിഷ് മാർക്കറ്റ്സ് ഈസ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് അഫിലിയേറ്റ്സ്. ഇങ്ങനെയുള്ള അഫിലിയേറ്റ്സുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ കൂടുതലായിട്ടും അവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ചിലപ്പം കൊളാബറേറ്റ് ചെയ്യും അഫിലിയേറ്റ്സുമായിട്ട്. ബിസിനസ് ക്യാൻ ടാപ്പ് ഇൻ ടു ഡിവേഴ്സ് നെറ്റ്വർക്ക്സ്. ഫോർ ഇൻസ്റ്റൻസ് ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട് അസോസിയേറ്റ് വിത്ത് അഫിലിയേറ്റ്സ് ഫോർ ദെയർ പ്രൊഡക്റ്റ് പ്രൊമോഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമ്പിൾ എളുപ്പം പറയാം. ആമസോണിലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു യൂട്യൂബറുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയും അതിൻ്റെ ലിങ്ക് വഴി നമുക്ക് ആ ഫ്ലിപ്കാർട്ടിലെ പ്രൊഡക്റ്റ് കുറച്ച് കുറഞ്ഞ എമൗണ്ടിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഈ ഒരു അഫിലിയേറ്ററോടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവറിൻ്റെ മുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ വരുമ്പം ആ പ്രൊഡക്റ്റ് വേറെ ആരെങ്കിലും ഓർഡർ ചെയ്യുമ്പം അതിനൊരു ചെറിയ കമ്മീഷൻ കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ദ എസെൻഷ്യൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഓവേഴ്സായിട്ട് ഓൺഗോയിങ് എക്സ്പെൻസ്, ഫ്രോഡ്സ് റിസ്കുകൾ ഉണ്ടാവാൻ സാധ്യതയൊക്കെ കൂടുതലാണ്. ഇനി ഏഴാമത്തെ പോയിന്റാണ് പേ പെർ ക്ലിക്ക് അഡ്വർടൈസിങ്. അതായത് ഡിജിറ്റൽ അഡ്വർടൈസിങ് മെത്തേഡ് അല്ലെങ്കിൽ മോഡൽ തന്നെയാണ്. ഇവിടെ മാർക്കറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, പേ ഫീ ഈച്ച് ടൈം ദെയർ ആഡ് ഈസ് ക്ലിക്ക്ഡ്. ഓരോ ആളുകളും ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ പ്രൊഡക്റ്റ് എൻ്റെ ആഡ് ഓരോ തവണയും ക്ലിക്ക് ചെയ്യപ്പെടുമ്പം അതിനൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുന്ന സിസ്റ്റമാണ് പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ PPC അഡ്വർടൈസ്മെൻറ്റ്സ് ടിപ്പിക്കലി അപ്പിയർ ഓൺ സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ് പേജിലാണ് ഇത് ഉണ്ടാവാറുള്ളത്. വെബ്സൈറ്റ്സിൽ ആൻഡ് എയിം ടു ഡ്രൈവ് ടാർഗറ്റഡ്. എന്തിനു വേണ്ടി ആ ഒരു വെബ്സൈറ്റിൽ ട്രാഫിക്കിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. സിമിലർ ടു സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ദിസ് മെത്തേഡ് ഡ്രീവ്സ് ടാർഗറ്റഡ് ട്രാഫിക് ടു വെബ്സൈറ്റ് ബൈ ഡിസ്പ്ലേയിങ് അഡ്വർടൈസ്മെൻറ്റ്സ് ടു യൂസേഴ്സ് ആക്റ്റീവ് സെർച്ചിങ് ഫോർ സ്പെസിഫിക് ടേംസ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യം വളരെ സീരിയസ് ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ പരസ്യമായിട്ട് ഇങ്ങനെ വരുന്നില്ലേ. PPC അലൗസ് ടാർഗറ്റിംഗ് ബേസ്ഡ് ഓൺ ഡെമോഗ്രാഫിക്കിനെ ബേസ് ചെയ്ത് കൊടുക്കാം, യൂസറിൻ്റെ ബിഹേവിയർ, ലൊക്കേഷൻ, അതിനനുസരിച്ചിട്ട് അഡ്വർടൈസേഴ്സ് അവർ തന്നെ സെറ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ഡെയിലി ഒരു മന്ത്ലി ബഡ്ജറ്റ്, ഒരു മാസത്തേക്ക് എത്രയാണെന്നുള്ളത് അവർ സെറ്റ് ചെയ്ത് വെക്കും. അതിന് കൺട്രോൾ ഓവർ ദ സ്പെൻഡ് ആൻഡ് എത്രയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, ഓവർ സ്പെൻഡിങ്ങിനെ തടയേണ്ടതുണ്ടോ അല്ലെങ്കിൽ സ്പെൻഡിങ്ങിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ടോ. അപ്പോൾ മറ്റുള്ള SEOനെ പോലെ വിത്ത് ലോങ് ടേം റിസൾട്ടും പേപ്പർ ക്ലിക്ക് ട്രാഫിക്സും സ്റ്റോപ്സ് വെൻ ദ ബഡ്ജറ്റ് ഈസ് എക്സോസ്റ്റഡ്. നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഈ ഒരു മെത്തേഡ് അവിടെ സ്യൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും വേറൊരു മെത്തേഡ് തന്നെയാണ്. ഇവിടെ പ്രൊഡക്റ്റോ നമ്മുടെ സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും നമ്മളെ ഏറ്റവും സ്വാധീനിക്കുന്ന വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കാണാം അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു സ്വാധീനം മൂലം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസിനോ നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് വരികയാണെങ്കിൽ അതിനെ തന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ചില ചാനലുകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞതെല്ലാം സത്യമാണ്, നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. അവരിതിനു മുന്നേ ആരെയും പറ്റിച്ചിട്ടുണ്ടാവില്ല, എല്ലാവർക്കും പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ പറയുന്ന ഏതൊരു കാര്യവും നമ്മൾ വാങ്ങാനും ഉപയോഗിക്കാനും റെഡി ആവുകയാണ്. അപ്പോൾ അവരുടെ ഒരു സ്വാധീനിക്കാൻ ഒരു കഴിവുള്ള ആളുകളാണ്. അപ്പോൾ ഇറ്റ് അലൗസ് ടാർഗറ്റിംഗ് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ഡെമോഗ്രഫിക് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പ്രധാനമായിട്ടും നല്ലൊരു ഇൻഫ്ലുവൻസറെ നമ്മൾ സെലക്ട് ചെയ്യുക, അതിൻ്റെ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക ബ്രാൻഡ് ക്രെഡിബിലിറ്റി. ഇൻഫ്ലുവൻസർ ഇപ്പോൾ നമുക്കറിയാലോ, TV-ലൊക്കെ പരസ്യം കാണുന്നത് ഇപ്പോൾ മോഹൻലാൽ ഒരു ബ്രാൻഡ് അംബാസിഡർ അല്ലെങ്കിൽ മഞ്ജുവര അല്ലെങ്കിൽ മമ്മൂട്ടി, അതൊക്കെ എന്താ അത് അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവർ ഉള്ളതുകൊണ്ടാണ്. ക്രെഡിബിലിറ്റി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ്
വാരി വൈഡ്ലി. ഓരോന്നിനനുസരിച്ച് കോസ്റ്റ് ഇങ്ങനെ വാരി ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ക്യാമ്പയിൻ സക്സസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഇൻഫ്ലുവൻസർ എത്രത്തോളം പ്രശസ്തരായ ഒരു വ്യക്തിനെ കൊണ്ടാണോ അത് ചെയ്യിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് അതിൻ്റെ ഒരു ക്യാമ്പയിനിങ് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രാൻഡ് മിസ്അലൈൻമെൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ബാക്ക്ലാഷ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റായി പറയുന്നത്. 9ാമത്തെ പോയിൻ്റാണ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ട്രെൻഡാണ് ഇത്, ഈ ഒരു മാർക്കറ്റിംഗ് അപ്രോച്ച്. ഇത് മെസ്സേജിങ് പ്ലാറ്റ്ഫോം സോ ദാറ്റ് ഇറ്റ് യൂസസ് മെസ്സേജിങ് ആപ്സ് ടു ഇൻട്രാക്ട് വിത്ത് യൂസർ ഫ്രണ്ട്ലി ഇൻ റിയൽ ടൈം. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അവരുടെ ആപ്പിൽ കയറിയിട്ട് ആ സമയത്ത് തന്നെ അത് മെസ്സേജ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഇൻട്രാക്ഷനും ആ ഒരു സമയത്ത് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ് സച്ച് ആസ് വാട്സാപ്പ്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, വി ചാറ്റ്, ചാറ്റ് ബോട്ട്സ്, എൻഗേജ് വിത്ത് യൂസേഴ്സ് ആൻഡ് പ്രൊവൈഡ് വേരിയസ് സർവീസസ്. ഈ ഒരു അപ്രോച്ച് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബിസിനസ്സുകൾ തമ്മിലും കസ്റ്റമേഴ്സ് തമ്മിലും ഡയറക്റ്റ് ആയിട്ടും ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ സാധ്യമായതുകൊണ്ട് ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്, പോപ്പുലർ ആണ്. ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് എന്താ? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ തന്നെയാണ്. യൂസർ പ്രിഫറൻസ്, നമുക്ക് ഏതാണോ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. വളരെ ആക്റ്റീവായിട്ട് നമ്മളിവിടെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഡീമെറിറ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് ഇൻറ്റൻസീവ്, അതായത് അത്രത്തോളം റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓഡിയൻസിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും ആൻഡ് ഒരുപാട് മെസ്സേജ് വന്ന് ഓവർലോഡ് ആവാനുള്ള സാധ്യതയൊക്കെ അവിടെ കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇവിടെ ഈ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളത്. ടോട്ടൽ 9 പോയിന്റും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 2 മാർക്കിനും 3 മാർക്കിനും 5 മാർക്കിനും 6 മാർക്കിനും ഒക്കെ നമുക്ക് എസ്സേ വരെ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബാക്കിൽ തന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ മെറിറ്റും ഡീമെറിറ്റും, PPC അഡ്വർടൈസിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബെനിഫിറ്റ് എങ്ങനെയാണുള്ളത്, SEM സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് പ്രൈമറിലി ഇൻവോൾവ് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 6 മാർക്കിലേക്ക് പോവുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ്, SEOൻ്റെ മെറിറ്റും ഡീമെറിറ്റും, അഫിലിയേറ്റിൻ്റെ മെറിറ്റും ഡീമെറിറ്റും, SEMൻ്റെ മെറിറ്റും ഡീമെറിറ്റും, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇൻസ്റ്റൻറ്റ് മെസ്സേജ് മാർക്കറ്റിംഗ്. ലോങ് എസ്സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരേ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഏതിൻ്റെ ആൻസർ ഇവിടെ ചെയ്യാൻ പറ്റും. ഒറ്റ ക്വസ്റ്റ്യനിലോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഏതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ളത് മാത്രം അവിടെ പഠിച്ചാൽ മതി. 9 പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതൊരു ക്വസ്റ്റ്യൻ ആൻസറും എളുപ്പത്തിൽ അവിടെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്